നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏപ്രിൽ ഫുൾ മൂൺ എന്നും അറിയപ്പെടുന്ന പിങ്ക് മൂൺ 2026 ഏപ്രിൽ 2 ദൃശ്യമാകുന്നത്. ഈ വർഷത്തെ ഫുൾ മൂൺ തുടങ്ങാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ആകാശ നിരീക്ഷകർക്കിടയിൽ ഇത് ഇതിനകം തന്നെ ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. പേര് നൽകിയിട്ടും ചന്ദ്രൻ യഥാർത്ഥത്തിൽ പിങ്ക് നിറത്തിലായിരിക്കില്ല. പക്ഷേ അത് ഇപ്പോഴും വർഷത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പൂർണ്ണചന്ദ്രന്മാരിൽ ഒന്നാണ്. ഇന്ത്യയിൽ പൂർണ്ണചന്ദ്രൻ അതിരാവിലെയാണ്. പക്ഷേ അത് ദൃശ്യമാകുന്നത് ഏപ്രിൽ 1-2 തീയതികളിൽ രാത്രി മുഴുവൻ ചന്ദ്രൻ തിളക്കമുള്ളതും ഏതാണ്ട് പൂർണ്ണചന്ദ്രനുമായിട്ടാണ് ദൃശ്യമാകുന്നത്. ഏപ്രിൽ മാസത്തിലെ പൗർണമിയുടെ തീയതി, സമയം, എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് എന്നിവയെക്കുറിച്ച് വിശദമായി പറയാം. ഏപ്രിൽ 2, 2026 ഈ സമയത്ത് കൃത്യം 2:11 അതായത് ഇന്ത്യൻ സമയം ഏകദേശം 7:41 AM ഈ ഒരു പിങ്ക് മൂൺ പ്രത്യക്ഷപ്പെടുന്നത്. ചന്ദ്രൻ ഏറ്റവും തിളക്കമുള്ളതായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ ഇത് നമുക്ക് ദൃശ്യമാകുന്നത് ഏപ്രിൽ 1-2 രാത്രിയിൽ ഏകദേശം രാത്രിയോട് അടുക്കുന്ന വേളയിലാണ് ഈ ചന്ദ്രൻ പൂർണ്ണമായി തിളക്കമുള്ളതായിട്ട് ദൃശ്യമാകുന്നത്. ഇത് കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ഈ 2 ദിവസങ്ങളിലെ രാത്രികളാണ്. എന്തുകൊണ്ടാണ് ഇതിനെ പിങ്ക് മൂൺ എന്ന് വിളിക്കുന്നത്? പിങ്ക് മൂൺ എന്ന പേരിന് ചന്ദ്രന്റെ നിറവുമായി യാതൊരു ബന്ധവുമില്ല. പ്രകൃതിയിലെ ഋതുഭേദങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത്. തദ്ദേശീയ അമേരിക്കൻ പാരമ്പര്യം അനുസരിച്ച് പൂർണ്ണചന്ദ്രന്മാർക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പേരിട്ടിരുന്നത്. ഏപ്രിലിൽ ആദ്യം വിരിയുന്ന പൂക്കളിൽ ഒന്നാണ് മോസ് പിങ്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോക്സ് എന്നറിയപ്പെടുന്ന ഒരു തരം പിങ്ക് വൈൽഡ് ഫ്ലവർ. ഇക്കാരണത്താൽ 2026 ഏപ്രിലിലെ പൂർണ്ണചന്ദ്രനെ പിങ്ക് മൂൺ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. പിങ്ക് മൂൺ പിങ്ക് നിറത്തിൽ കാണപ്പെടുമോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, പിങ്ക് മൂൺ യഥാർത്ഥത്തിൽ പിങ്ക് നിറത്തിൽ കാണപ്പെടില്ല. അത് വെറും പ്രതീകാത്മകമാണ്. സാധാരണ പൂർണ്ണചന്ദ്രന്മാരെ പോലെ തന്നെ ചന്ദ്രൻ തിളക്കമുള്ളതും കൂടുതൽ വെളുത്തതുമായി ദൃശ്യമാകും. ചില അപൂർവ സന്ദർഭങ്ങളിൽ ചക്രവാളത്തിന് താഴെയായിരിക്കുമ്പോൾ അത് ചെറുതായി ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകാം. പക്ഷേ ഇത് അന്തരീക്ഷ പ്രഭാവങ്ങൾ മൂലമാണ്. പിങ്ക് മൂൺ മാത്രമല്ല, പിങ്ക് മൂൺ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മാറിക്കൊണ്ടിരിക്കുന്ന ഋതുഭേദങ്ങളുടെ അടയാളമായിട്ടാണ് പിങ്ക് മൂൺ പലപ്പോഴും കാണപ്പെടുന്നത്. ശൈത്യകാലത്ത് നിന്ന് വസന്തകാലത്തിലേക്കുള്ള പരിവർത്തനത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. വളർച്ചയും പുതുക്കലുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. പലരും ഇതിനെ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമായി കാണുന്നു. ആത്മീയവും ജ്യോതിഷപരവുമായ ലോകത്ത് ഇത് ആത്മപരിശോധന, പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കൽ, പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2026 പിങ്ക് മൂൺ ഇന്ത്യയിൽ ഉടനീളം ദൃശ്യമാകും. നമ്മുടെയൊക്കെ നഗരത്തിലെ ചന്ദ്രോദയ സമയത്തെ ആശ്രയിച്ച് ഏപ്രിൽ 1-2 രാത്രിയിൽ സന്ധ്യ മുതൽ പ്രഭാതം വരെ നിങ്ങൾക്കത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കുറഞ്ഞ പ്രകാശ മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ വളരെ തെളിഞ്ഞ ആകാശത്താണ് ഇത് ഏറ്റവും നന്നായി കാണാൻ കഴിയുക. ഏപ്രിൽ 1 സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രനെ നോക്കുക എന്നതാണ് അത് കാണാനുള്ള ഏറ്റവും നല്ല മാർഗം. വെളിച്ചം കുറവുള്ള ഒരു തുറന്ന പ്രദേശം കണ്ടെത്തുക. ദൂരദർശിനി ആവശ്യമില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത് കാണാൻ കഴിയും. ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം എതിർവശത്തുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതും ചന്ദ്ര സൂക്ഷ്മത അളക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അളക്കുന്നതിനുള്ള ഒരു അത്ഭുതകരമായ അവസരമായിരിക്കും ഈ പൂർണ്ണചന്ദ്രൻ. ചന്ദ്രൻ അതിന്റെ പൂർണ്ണഘട്ടത്തിലെത്തുമ്പോൾ സൂര്യനിൽ നിന്ന് 180 ഡിഗ്രി അകലെ ഈ വിന്യാസത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ചന്ദ്രൻ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പരിക്രമണ പോയിന്റിലും സ്ഥിതി ചെയ്യുന്നു. കാരണം ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇത് സൂര്യപ്രകാശം ഭൂമിയെ അഭിമുഖീകരിക്കുന്ന ചന്ദ്രന്റെ പ്രദേശത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കാൻ അനുവദിക്കുന്നു. 2026 ഈ സംഭവത്തിന് ചുറ്റും വളരെയധികം പ്രാധാന്യം ഉണ്ടാകുമെന്നും നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി അഭിപ്രായപ്പെട്ടു. കാരണം ഇത് വസന്തകാല വിഷുവിനടുത്താണ്. ഇത് ചന്ദ്രന്റെ ചെരിവിൽ സ്വാധീനം ചെലുത്തും. അതിനാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും സൂര്യപ്രകാശം പ്രതിഫലിക്കുന്ന രീതിയുടെ ഗുണനിലവാരം ഈ സാഹചര്യങ്ങൾ കാരണം ഒരു ഓപ്പോസിഷൻ സർജ് സംഭവിക്കും. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിലേക്കുള്ള നമ്മുടെ കോൺ കാരണം ഗർത്തങ്ങൾ സൃഷ്ടിക്കുന്ന നിഴലുകൾ ഇല്ലാത്തതിനാൽ ചന്ദ്രൻ മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് വളരെ തിളക്കമുള്ളതായി കാണപ്പെടുന്നു. ചന്ദ്രൻ യഥാർത്ഥത്തിൽ പിങ്ക് നിറമാകില്ല. എന്നിരുന്നാലും ആൽഗോൺക്വിൻ ഇന്ത്യക്കാരാണ് ഈ പേര് ആദ്യം ഉപയോഗിച്ചത്. പിന്നീട് ഓൾഡ് ഫാമേഴ്സ് അൽമാനിക്കൽ ഫ്ലോക്സ് സുബിലാറ്റ, അതായത് മോസ് പിങ്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു പേര് പരാമർശിക്കാൻ തുടങ്ങി.
ഇത് വസന്തകാലത്ത് പൂക്കുന്ന ആദ്യകാല സസ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇത്തരത്തിൽ പേരിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് പിങ്ക് നിറത്തിൽ ദൃശ്യമാകുന്ന ഒരു ശാസ്ത്രീയ പ്രതിഭാസമായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ചന്ദ്രന്റെ പ്രകാശം നമുക്ക് മുകളിലുള്ള നേരിട്ടുള്ള ലംബപാതയേക്കാൾ കട്ടിയുള്ള അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇത് ഒരു ചെറിയ തരംഗ ദൈർഘ്യങ്ങൾ അന്തരീക്ഷത്തിൽ ചിതറിക്കിടക്കാൻ കാരണമാകുന്നു. ഇത് കൂടുതൽ തരംഗ ദൈർഘ്യങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും തുളച്ചു കയറാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചുവപ്പും പിങ്കും നിറവും കലർന്ന ഒരു നിറത്തിലും കാണാനായിട്ട് സാധിക്കും. 2026 പിങ്ക് മൂൺ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ ചന്ദ്രന്റെ ദീർഘവൃത്താകൃതിയിലുള്ള താരതമ്യേന അടുത്താണ് സംഭവിക്കുന്നത്. നാഷണൽ ഓഷ്യൻ സർവീസ് അനുസരിച്ച് ഈ ആഴ്ച ഒരു പെരീജിയൻ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകും. ഇത് ഭൂമിയുടെ സമുദ്രങ്ങളിൽ കൂടുതൽ ഗുരുത്വാകർഷണ പ്രഭാവം സൃഷ്ടിക്കുകയും വേലിയേറ്റ ശ്രേണികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് ടൈറ്റ്സ് ഏപ്രിൽ 17 മുതൽ 21 വരെ ആരംഭിക്കുന്ന ന്യൂ മൂൺ വിൻഡോയിൽ പ്രവചിക്കപ്പെടുന്നു. 2026 കിങ് ടൈറ്റ്സ് രൂപപ്പെടാനുള്ള കാരണം ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ശക്തികൾ ഭൂമിയുടെ സമുദ്രങ്ങളിലേക്ക് വിന്യാസം ചെയ്യുന്നതിനാലായിരിക്കാം. അതുവഴി സമുദ്രങ്ങളിൽ ചെലുത്തുന്ന വേലിയേറ്റ ശക്തിയുടെ അളവ് വർദ്ധിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ നോക്കുമ്പോൾ അത് ആകാശത്ത് ഒരു നിശ്ചിത ഡിസ്ക് പോലെ കാണപ്പെടുന്നു. പൂർണ്ണ പിങ്ക് ചന്ദ്രനിൽ ചന്ദ്രന്റെ ലിബറേഷൻ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക അവസരമുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ചന്ദ്രന് അല്പം ദീർഘവൃത്താകൃതിയും ചെരിഞ്ഞതുമായ ഭ്രമണപഥം ഉള്ളതിനാൽ മാസം മുഴുവൻ അതിന് സ്ഥിരമായ തലയാട്ടലും ആടുന്ന ഒരു ചലനവുമുണ്ട്. US നേവൽ ഒബ്സർവേറ്ററിയുടെ അഭിപ്രായത്തിൽ ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ രാത്രി മുഴുവൻ ചന്ദ്രോപരിതലത്തിന്റെ 59% ലിബറേഷൻ വഴി ജ്യോതിശാസ്ത്രജ്ഞർക്ക് കാണാൻ കഴിയും. അതിനാൽ ചന്ദ്രന്റെ വിദൂര കിഴക്കൻ അവയവത്തിലെ സവിശേഷതകൾ അവർ കാണുന്നു. അല്ലാത്ത പക്ഷം അത് മറഞ്ഞിരിക്കും. പൂർണ്ണചന്ദ്രനും ചന്ദ്രക്കലയും പരന്നതായി കാണപ്പെടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എതിർ പ്രഭാവത്തെക്കുറിച്ച് സാധാരണ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. അതായത് സൂര്യൻ ഭൂമിയുടെ തൊട്ട് പിന്നിൽ ചന്ദ്രനെ പോലെ 0 ഡിഗ്രിയുടെ ഒരു ഫേസ് കോൺ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് പൂർണ്ണ പിങ്ക് ചന്ദ്രൻ സംഭവിക്കുന്നത്. സൂര്യനുമായി ബന്ധപ്പെട്ട ഭൂമിയുടെയും ചന്ദ്രന്റെയും വിന്യാസം ഗർത്തങ്ങൾ കാരണമാണ് ചന്ദ്രനിൽ ഇത് കൂടുതൽ തിളക്കമുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇത് ദൃശ്യമാകാനായിട്ടുള്ളത്. ഇന്നും രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും തിളക്കമാർന്ന രീതിയിലാണ് ചന്ദ്രനെ കാണാനായിട്ട് സാധിക്കുക. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം കിഴക്കൻ സമയം രാത്രി 10-12 ഇത് നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഇന്നും വൈകിട്ടോടു കൂടിയിട്ട് പിങ്ക് മൂൺ കാണാൻ ദൃശ്യമാകും എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.